ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. 1-2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ലീവുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ വന്നപ്പോൾ രാവിലത്തെ നൂൽപുട്ടും സ്റ്റ്യൂ കറിയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഫേവറേറ്റ് ആണ് നൂൽപുട്ടും സ്റ്റ്യൂ കറി. നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കലുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നൂൽപുട്ട് ഉണ്ടാക്കിയാൽ ഈ ഒരു കറി മസ്റ്റാണ്. അങ്ങനെ അത് കൂട്ടിയിട്ട് ഞാനും കുട്ടികളൊക്കെ ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് അമ്മ കുറച്ച് ബോട്ടിൽസൊക്കെ കഴുകിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മാക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ഒരു കുഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അച്ചാർ ബിസിനസ്സാണ്. ഉമ്മാൻ്റെ അച്ചാറിനെ പറ്റി ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ചെയ്താലെന്നുള്ള ഐഡിയ വന്നത്. നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ആണ് കേട്ടോ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ന് മാംഗോ പിക്കിളിനാണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിക്കിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുക. 500 ഗ്രാം ബോട്ടിൽസിലും 250 ഗ്രാം കവറിലായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. ആളുകൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ അച്ചാർ ഉണ്ടാക്കി കൊടുക്കും. വെളുത്തുള്ളി, കൈപ്പങ്ങ, ഈന്തപ്പഴം, നാരങ്ങ, ബീഫ്, ഫിഷ്, അങ്ങനെ എല്ലാ തരം പിക്കിളും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇനി പിക്കിള് ഫില്ല് ചെയ്യാണ്. അപ്പോൾ വെയിങ് മെഷീനിൽ മെഷറൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് അളന്നിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം സെയിൽ ചെയ്യുക. 500 ഗ്രാമാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. ഇത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. പിന്നെ മാംഗോ പിക്കിള് ആദ്യം ഞങ്ങൾ 80 റുപ്പീസിനായിരുന്നു കേട്ടോ കൊടുത്തിരുന്നത്. പിന്നെ വില കൂടിയപ്പോൾ 100 റുപ്പീസിന് കൊടുത്തിരുന്നു. അങ്ങനെ ഓരോ സാധനത്തിൻ്റെ വിലക്കനുസരിച്ച് പിക്കിളിൻ്റെ റേറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. ഒരു ഫിക്സഡ് റേറ്റ് പറയാൻ പറ്റില്ല. പിക്കിളിൻ്റെ പേര് സജാസ് പിക്കിൾ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിക്കറും കൂടെ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനും അനിയത്തും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു ഷോപ്പിംഗ് ആണ്. ഗിഫ്റ്റ് ബോക്സും അതിലേക്കുള്ള കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. വീട്ടിലേക്ക് തന്നെ തിരികെ പോന്നു.
പിന്നെ അതാ പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ട് ചുടുന്ന സമയത്ത് ഒറ്റ ട്രിപ്പിൽ എങ്ങനെ പുട്ട് ചുട്ടെടുക്കാമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. പൊടിയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ ഹോളുള്ളൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ ഇതിന് മുകളിലായിട്ട് ആ പൊടി ഇടുമ്പോൾ താഴോട്ട് പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നനച്ച് വെച്ച ആ ഒരു മാവും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആ സമയം വരെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പം നല്ല ഒറ്റ ട്രിപ്പിൽ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് പുട്ട് ചുട്ടെടുക്കാം. ഇനി ഇതിൽ പേളിമാണി സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലോട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ലെമണും കൂടെ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിരിക്കും. പിന്നെ അതൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീനൊക്കെ നല്ലോണം കുക്കായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിൽ മാറ്റാം. ഇനി ഒരു സെയിം പാനിലോട്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യാത്തത്. ഇനി ഇതിലേക്ക് ഇതാ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഇനി ഇതാ നന്നായി വഴന്നു വന്നതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതാ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്കൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ ഇനി മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ നന്നായി വെന്ത് കിട്ടും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ചെമ്മീനും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റുള്ള പേളിമാണി സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ.